കാസർഗോഡ് എൻമകജയിൽ കോൺഗ്രസ് ലീഗ് തർക്കം രൂക്ഷമാകുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ മുസ്ലിം ലീഗ് പണം വാങ്ങിച്ചു എന്ന് കോൺഗ്രസ് നേതാവിൻ്റെ വെളിപ്പെടുത്തൽ. 2009 പെർള ജബ്ബാർ വധത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് എന്നും വെളിപ്പെടുത്തൽ. കോൺഗ്രസ് കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ രാധാകൃഷ്ണൻ നായിക്കിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൻമകജയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നടക്കുന്ന തർക്കത്തിനിടയിലാണ് കോൺഗ്രസ് കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ രാധാകൃഷ്ണൻ നായക്കിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. പുത്തികെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടുന്ന എൻമകജ പഞ്ചായത്തിലെ 4 വാർഡുകളിൽ പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം പണം വാങ്ങിയെന്നാണ് വെളിപ്പെടുത്തൽ. 50,000 രൂപ പോലെ അവിടെ മേടിച്ചിട്ടുണ്ട് സോമന്റെ കയ്യിൽ നിന്ന്. ഇവർ ഓരോ വാർഡിലേക്ക് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാം, തെളിവ് കാണിച്ചു കൊടുക്കാം. 50,000 രൂപ പോലെ 50,000. ലീഗിന്റെ ജില്ലാ കമ്മിറ്റി പറഞ്ഞത് സോമണ്ണന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കാൻ പാടില്ല, വേണമെങ്കിൽ സോമണ്ണനെ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. സീറ്റ് പിടിക്കേണ്ടത് സോമണ്ണാണ്. പുത്തികെ ഡിവിഷനിൽ നിന്ന് ജയിച്ച UDF അംഗം സോമശേഖരയുടെ ജ്യേഷ്ഠനാണ് രാധാകൃഷ്ണൻ നായക്. 2009 പെർളയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ജബ്ബാർ കൊല്ലപ്പെട്ട കേസിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്ന സൂചനകൾ നൽകുന്ന രാധാകൃഷ്ണൻ നായക്കിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ഉമ്മറിന്റെ പുറ പൊടിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജബ്ബാറിന് മോഞ്ഞി കൂടുന്നില്ല, ജബ്ബാർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ കാര്യം കുറെ ആൾക്കാരെയല്ല, ഉമ്മറിന്റെ ഒരു സംഭവം അറിയല്ല. ഉമ്മറിന്റെ പുറ പോയിട്ട് പൊടിയാക്കിയത് എന്നിട്ട് ജബ്ബാറിന്റെ മോഞ്ഞി തലക്കിട്ടത്. ആ പുറ പൊടിയാക്കാൻ പോകുമ്പോക്ക് എനിക്ക് ജബ്ബാർ വിളിച്ചിനി, ഇങ്ങനെ ഹക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഹക്കിന്റെ ഫോണിൽ നിന്ന് 34 ലാസ്റ്റ് നമ്പർ, മൊബൈൽ നമ്പർ, ഇന്ന കോൾ ഡീറ്റെയിൽ നോക്കിയാലും അന്നത്തെ കിട്ടൂ. ജബ്ബാർ വധക്കേസിൽ 2 CPIM പ്രവർത്തകർ ഉൾപ്പെടെ 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 4 പേരെ വിചാരണ കോടതിയും CPIM പ്രവർത്തകരായ 2 പേരുൾപ്പെടെ 3 പേരെ ഹൈക്കോടതിയും വെറുതെ വിട്ടിരുന്നു. ജബ്ബാർ വധക്കേസിലെ മുഖ്യസാക്ഷി കൂടിയായ രാധാകൃഷ്ണൻ നായക്കിന്റെ വെളിപ്പെടുത്തൽ CPIM പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.